ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LSGSന്റെ മെയിൻസിന്റെ സിലബസിന്റെ മൂന്നാമത്തെ ക്ലാസ് ആണിത്. റൂറൽ ഡെവലപ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രീ ഇൻഡിപെൻഡൻസ് പീരീഡിൽ ഉണ്ടായ മൂവ്മെന്റ് ആയിരുന്നു മാർത്താണ്ഡം പ്രോജക്റ്റ് എന്ന് പറയുന്നത്. അതിനുശേഷം ഗുർഗോൺ പ്രോജക്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതും കൂടെ ഈ കൂട്ടത്തിൽ അങ്ങ് പറയുകയാണ് കേട്ടോ. അപ്പോൾ വർഷം നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ചെറിയൊരു ഡൗട്ട് വരാം. ഗുർഗോൺ പ്രോജക്റ്റ് 1920-ലും ഈ ഒരു മാർത്താണ്ഡം പ്രോജക്റ്റ് എന്ന് പറയുന്നത് ശരിക്കും സ്റ്റാർട്ട് ചെയ്തത് 1921-ലാണ്. അതായത് 28-ൽ ഇംപ്ലിമെന്റ് ചെയ്തെങ്കിൽ പോലും സ്റ്റാർട്ട് ചെയ്തത് 1921-ലാണ്. അതുകൊണ്ട് നമുക്ക് ആദ്യം മാർത്താണ്ഡം പ്രോജക്റ്റ് നോക്കാം. വർഷം നിങ്ങൾ ശ്രദ്ധിക്കുക, 1921-ലാണ് സ്റ്റാർട്ട് ചെയ്തത്. 1928 എന്നും ചിലയിടത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും കേട്ടോ. അത് ഇംപ്ലിമെന്റ് ശരിക്കും ചെയ്ത ഒരു വർഷമാണിത്. അപ്പം ഇത് ആരാണ് കൊണ്ടുവന്നത് എന്ന് ചോദിക്കുവാണെങ്കിൽ ഡോക്ടർ സ്പെൻസർ ഹാച്ച് ആണ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ അഗ്രികൾച്ചറൽ എക്സ്പെർട്ട് ആയിരുന്നു. ഇത് എവിടെയാണ് ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നതെന്ന് ചോദിക്കുവാണെങ്കിൽ ട്രാവൻകൂറിലായിരുന്നു, തിരുവിതാംകൂറിലായിരുന്നു. അപ്പൊ ഇദ്ദേഹം അമേരിക്കൻ അഗ്രികൾച്ചർ എക്സ്പെർട്ട് ആയിരുന്നു ട്രാവൻകൂറിൽ, അണ്ടർ ദ ഓസ്പീഷ്യസ് ഓഫ് യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ ഇൻ 1921. YMCA ഉണ്ടല്ലോ, യങ് മെൻസ് ക്രിസ്ത്യൻ അസോസിയേഷൻ, അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നിന്ന ഒരു വ്യക്തിയായിരുന്നു. അതുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വന്ന ഒരു പ്രോജക്റ്റുമായിരുന്നു മാർത്താണ്ഡം പ്രോജക്റ്റ് 1921 or 28 എന്ന് പറയുന്നത്. The village in Marthandam area were undeveloped economically and the economic condition of the native majority was poor. മാർത്താണ്ഡം അറിയാമല്ലോ സ്ഥലം. ആ ഒരു വില്ലേജ് ശരിക്കും ഡെവലപ്ഡ് അല്ലായിരുന്നു. എക്കണോമിക്കലി ആയാലും എക്കണോമിക് കണ്ടീഷനൊക്കെ അവിടുത്തെ വളരെ മോശമായിരുന്നു. അങ്ങനെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഇവർ കൊണ്ടുവന്ന ഒരു പ്രോജക്റ്റാണ് മാർത്താണ്ഡം പ്രോജക്റ്റ്. ആ ഒരു മാർത്താണ്ഡം ഏരിയയെ ഫോക്കസ് ചെയ്തിട്ടാണ് ആരിത് കൊണ്ടുവരുന്നത്, ഡോക്ടർ സ്പെൻസർ ഇത് കൊണ്ടുവരുന്നത്. ഇവിടെ ആൾക്കാർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത് പാഡിയും കോക്കനട്ടും ആയിരുന്നു. ആൾക്കാർ ആകെ കൾട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരുന്നത് നെല്ലും അതുപോലെ തന്നെ ചില സ്ഥലങ്ങളിലൊക്കെ തെങ്ങ്, അതായിരുന്നു ഇവരുടെ മെയിൻ കൾട്ടിവേഷൻ. ഫോർ എക്സ്പ്ലോയിറ്റിംഗ് ദിസ് വീക്ക്നെസ് ഇറ്റ് വാസ് തോട്ട് ദാറ്റ് സം ഡെവലപ്മെന്റൽ വർക്ക് ഷുഡ് ബി ഡൺ സോ ദാറ്റ് ദ ക്രിസ്ത്യൻ ഫെയ്ത്ത് കുഡ് സ്പ്രെഡ്. അപ്പൊ രണ്ട് കാര്യങ്ങളായിരുന്നു ഇവിടെ. ഒന്ന്, ഈ ഒരു ഡെവലപ്മെന്റൽ ഇല്ലാത്ത ഒരു ഏരിയയെ ഡെവലപ്പ് ആക്കി കൊണ്ടുവരിക. പിന്നെ അതിന്റെ കൂട്ടത്തിൽ നമ്മൾ ബ്രിട്ടീഷുകാരുടെ ഒക്കെ കാര്യം പറയുന്നത് പോലെ തന്നെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുക. എങ്ങനെയെങ്കിലുമൊക്കെ ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്ത് അവിടെയൊക്കെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ മാർത്താണ്ഡം പ്രോജക്റ്റിനുണ്ടായിരുന്നു. Consequently, Dr. Hatch made agreement with YMCA and the church for his work and initiated this project in neighboring village മാർത്താണ്ഡം. അങ്ങനെ YMCA-യുമായിട്ട് ഒരു എഗ്രിമെന്റോട് കൂടിയിട്ട് ഡോക്ടർ ഹാച്ച് ആണ് ഇങ്ങനൊരു സംഭവം കൊണ്ടുവരുന്നത്. ഇപ്പൊ രണ്ട് ലക്ഷ്യങ്ങളാണ്. ഒന്ന് സ്പിരിച്വലും ഉണ്ട്, കൂട്ടത്തിൽ അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ മാർത്താണ്ഡം വില്ലേജിനെ ഡെവലപ്പ് ആക്കി കൊണ്ടുവരിക എന്നുള്ള ഒരു ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു. അപ്പം മെയിൻ ഒബ്ജക്റ്റീവ് പ്രോജക്റ്റിന്റെ എന്തായിരുന്നു? അബണ്ടന്റ് ലൈഫ്, അതായത് ഗ്രാമപ്രദേശങ്ങളിലുള്ള ആൾക്കാർക്ക് എല്ലാ രീതിയിലുമുള്ള ഒരു നല്ലൊരു ലൈഫ് പ്രൊവൈഡ് ചെയ്യുക. ഇറ്റ് വാസ് ഇന്റൻഡഡ് ടു സിംപ്ലിഫൈസ് 3-fold ഡെവലപ്മെന്റ്, നോട്ട് ഓൺലി സ്പിരിച്വൽ. അപ്പൊ സ്പിരിച്വൽ ഡെവലപ്മെന്റ് ഒരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്ക് സ്പിരിച്വൽ, മെന്റൽ, ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ്, അതിന്റെ കൂട്ടത്തിൽ എക്കണോമിക്, സോഷ്യൽ ഡെവലപ്മെന്റ് കൂടെ കൊണ്ടുവരിക. ഓക്കെ ആണല്ലോ? സ്പിരിച്വൽ ഡെവലപ്മെന്റ്, മെന്റൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, കൂട്ടത്തിൽ എന്തും കൂടെ കൊണ്ടുവരിക? എക്കണോമിക്, സോഷ്യൽ ഡെവലപ്മെന്റ് കൂടെ കൊണ്ടുവരിക. ഇതിനൊരു എസെൻഷ്യൽ ടെക്നിക്ക് പറയുന്നുണ്ട്, സെൽഫ് ഹെൽപ്പ് വിത്ത് ഇന്റിമേറ്റ് എക്സ്പെർട്ട് കൗൺസിൽ. അപ്പം സെൽഫ് ഹെൽപ്പ് ആണ് ഇവർ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു ടെക്നിക്കാണ് സെൽഫ് ഹെൽപ്പ് വിത്ത് ഇന്റിമേറ്റ് എക്സ്പെർട്ട് കൗൺസിൽ. ഫ്രം ദ ഡെമോൺസ്ട്രേഷൻ സെന്റർ അറ്റ് മാർത്താണ്ഡം about 100 villages were covered through YMCA centers. അതായത് ഏകദേശം 100 വില്ലേജസ് ആണ് ഇവർ ഈ ഒരു സെന്റർ ചെയ്ത് അതായത് 100 വില്ലേജസിനെ എടുത്തിട്ട് കവർ ചെയ്തിട്ടാണ് ഈ YMCA സെന്റേഴ്സ് പ്രവർത്തിച്ചത്. ഓക്കെ, അപ്പൊ ഇവിടെ ഓർക്കേണ്ടത്, മാർത്താണ്ഡം കേൾക്കുമ്പോൾ തന്നെ ഓർക്കേണ്ടത്, സ്പിരിച്വൽ ആയിട്ടുള്ള ക്രിസ്ത്യാനിറ്റി സ്പ്രെഡ് ചെയ്യുക, കൂട്ടത്തിൽ ഫിസിക്കൽ, മെന്റൽ ഡെവലപ്മെന്റ്, കൂട്ടത്തിൽ അതിന്റെ കൂടുതൽ എന്താണ്? എക്കണോമിക്, സോഷ്യൽ ഡെവലപ്മെന്റ്. ഓക്കെ, അപ്പം the objective of this project were also made on the basis as to how public of this area could become Christian. ശരിക്കും ഇവരുടെ ഉദ്ദേശം എന്താ? എങ്ങനെയെങ്കിലും അവിടുത്തെ ആൾക്കാരെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറ്റുക. അപ്പം മെയിൻ ഒബ്ജക്റ്റീവ്സ് ചോദിക്കുവാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ശ്രദ്ധിക്കണം? സ്പിരിച്വൽ ഡെവലപ്മെന്റ് ശ്രദ്ധിക്കണം, ദെൻ മെന്റൽ ഡെവലപ്മെന്റ്, ഫിസിക്കൽ ഡെവലപ്മെന്റ്, പിന്നെ സോഷ്യൽ ഡെവലപ്മെന്റും എക്കണോമിക്. ഏറ്റവും അവസാനമാണ് എക്കണോമിക് ഡെവലപ്മെന്റിന് പ്രാധാന്യം കൊടുത്തിരുന്നത്. അപ്പൊ മാർത്താണ്ഡം എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജിക് പൊസിഷൻ ആയിരുന്നു. അവിടെ പല രീതിയിൽ ഇവര് കാര്യങ്ങൾ കൊണ്ടുവന്നേ. അതായത് കോഴിയുടെ കാര്യങ്ങൾ, അതുപോലെ വീവിംഗ് ഷെഡ് കൊണ്ടുവരിക, അതുപോലെ പല പല ഹണി എക്സ്ട്രാക്ടിങ് മെഷീൻസ് അല്ലെങ്കിൽ എക്യുപ്മെന്റ്സ് കൊണ്ടുവരിക, കോട്ടേജ് ഇൻഡസ്ട്രീസ് കൊണ്ടുവരിക, ഇങ്ങനെയൊക്കെ അവർ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സക്സസ്ഫുൾ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഈ പ്രോജക്റ്റിൽ എക്സെല്ലിംഗ് ക്ലബ് ആയിരുന്നു. അതായത് മുട്ട വിൽപ്പന ക്ലബ്ബ് കൊണ്ടുവരിക.
1939 അതൊരു സെൽഫ് ഗവേണിംഗ് ബോഡി ആയിട്ട് മാറുകയൊക്കെ ചെയ്തിരുന്നു. അതുപോലെ തന്നെ മറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഹണി ക്ലബ്ബ്, വേർ ദ വില്ലേജസ് വെർ ടോട്ട് ദ യൂസ് ഓഫ് മോഡേൺ ബീ ഹൈവ്സ്. അപ്പൊ പല രീതിയിൽ ഈ ഒരു പ്രോജക്റ്റ് കൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതായത് തേനീച്ച വളർത്തലും മുഖേന തേന് കളക്ട് ചെയ്യുക, അതായത് അതുപോലെ തന്നെ ഈ ഒരു വീവറിന്റെ ക്ലബ്ബ്, അതുപോലെ എന്താണ് ഇപ്പം നമ്മൾ പറഞ്ഞുകൊണ്ട് എക്സൽ ക്ലബ്ബ്, അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ സെന്ററുകൾ ഉണ്ടല്ലോ, 100 വില്ലേജ് സെന്ററുകൾ ഉണ്ടല്ലോ, അവിടെയൊക്കെ തന്നെ ഈ വില്ലേജേഴ്സിന്റെ മെന്റൽ, ഫിസിക്കൽ, സ്പിരിച്വൽ നീഡ്സ് മനസ്സിലാക്കി അതിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നടത്തി പോകുന്നുണ്ടായിരുന്നേ. അപ്പൊ ഇതെല്ലാം തന്നെ ഒരുപോലെ നടത്തിക്കൊണ്ട് പോയി, അതായത് എക്കണോമിക്കലിയും പൊക്കിക്കൊണ്ട് വരുന്നുണ്ട്, കൂട്ടത്തിൽ തന്നെ സ്പിരിച്വാലിറ്റി സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവരുടെ ആവശ്യമുള്ള ഫണ്ടുകളെല്ലാം ഗവൺമെന്റ് ഹെൽപ്പോട് കൂടിയിട്ട് പല പ്രോജക്ട്സിനും ഗവൺമെന്റ് ഹെൽപ്പോട് കൂടിയിട്ട് നടത്തിപ്പോയിക്കൊണ്ടിരുന്നു. അതിനുശേഷം ഇത് തകരാനായിട്ടുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ ഒരു ഡോക്ടർ ഹാറ്റ്സിന്റെ മരണത്തോടുകൂടി, ഇദ്ദേഹമായിരുന്നു സെന്ററായിട്ട് നിന്നത്. ആദ്യത്തെ കേസിലും നമ്മൾ പറഞ്ഞു രവീന്ദ്രനാഥ് ടാഗോർ ആണ് സെന്ററായിട്ട് നിന്നത്. സോ അദ്ദേഹത്തിന്റെ മരണത്തോടുകൂടി ഇതങ്ങ് അവസാനിച്ചു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് ഇവിടെയും. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ മരണശേഷം എന്താണ്, ഈ ഒരു പ്രസ്ഥാനവും അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റും നിന്നുപോയി. അപ്പൊ ഇതാണ് ഏത് പ്രോജക്റ്റ്? മാർത്താണ്ഡം പ്രോജക്റ്റ്. നെക്സ്റ്റ് നമ്മൾ ഗുർഗോൺ പ്രോജക്റ്റിന്റെ കാര്യം പറഞ്ഞു. 1920 ഈ ഒരു ഗുർഗോൺ എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിലാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ടുവന്നത്. വില്ലേജ് ഡെവലപ്മെന്റ് തന്നെയായിരുന്നു ഇവിടെയും ലക്ഷ്യം. ഇതാരാണ് തുടങ്ങിയത്? മിസ്റ്റർ FL ബ്രെയിൻ ആണ് തുടങ്ങിയത്. 1920 ഇദ്ദേഹം എന്താണ് had been appointed on the post of deputy commissioner. ഇദ്ദേഹം ഡെപ്യൂട്ടി കമ്മീഷണർ ആയിട്ട് വരുന്നു, ഗുർഗോണില് ഡിസ്ട്രിക്റ്റിൽ വരുന്നു. അങ്ങനെയാണ് ഈ ഒരു റൂറൽ അപ്ലിഫ്റ്റ്മെന്റ് ഈ ഒരു ഡിസ്ട്രിക്റ്റിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു പ്രോജക്റ്റ് ഇദ്ദേഹം മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് ഇതിന്റെ പേര് എന്തായിട്ട് മാറുന്നു? ഗുർഗോൺ പ്രോജക്റ്റ് എന്നുള്ള ഒരു പേരിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പൊ ശരിക്കും ഇദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനായിട്ട് വരുന്നു. അങ്ങനെ ആ ഡിസ്ട്രിക്റ്റ് എന്താണ് ഉയർത്താനായിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവരികയും ആ പ്രോജക്റ്റിന്റെ പേരാണ് ഗുർഗോൺ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. റൂറൽ അപ്ലിഫ്റ്റ്മെന്റ് മൂവ്മെന്റ് ഓൺ scale was first started by Mr. FL ബ്രെയിൻ. ഇദ്ദേഹമാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു മൂവ്മെന്റ് കൊണ്ടുവരുന്നത്, റൂറൽ അപ്ലിഫ്റ്റ്മെന്റ് മൂവ്മെന്റ് കൊണ്ടുവരുന്നത് മാസ് സ്കെയിലില്. ഹി വാസ് പ്രോംപ്റ്റഡ് ബൈ ദ ബാക്ക്വേർഡ്നെസ്, പോവർട്ടി ആൻഡ് മിസ്റ്ററി ഓഫ് ദ പീപ്പിൾ. അപ്പൊ അദ്ദേഹം വന്ന സമയത്ത് ആ എന്താണ് ഗ്രാമപ്രദേശങ്ങളിൽ ആൾക്കാർ അനുഭവിച്ചുകൊണ്ടിരുന്ന പിന്നോക്ക സമ്പ്രദായത്തിൽപ്പെട്ടവർ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രശ്നങ്ങള്, പട്ടിണി, ആൾക്കാർ ഫേസ് ചെയ്യുന്ന പലതരം മിസറീസ്, ഇതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഈ ഒരു സംഭവം കൊണ്ടുവരുന്നത്. അങ്ങനെ പല ചാനലിലൂടെ പല അഡ്വൈസുകളും എക്സ്പേർട്ടുകളിൽ നിന്നും ഇദ്ദേഹം സ്വീകരിക്കുകയും അതുപോലെ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രോജക്റ്റിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് ഒന്ന് ക്രോപ്പ് പ്രൊഡക്ഷനെ കൂട്ടുക, അതുപോലെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ചെലവുകളെ കുറയ്ക്കുക, ഹെൽത്ത് ഫെസിലിറ്റി കൂട്ടുക, ഫീലിംഗ് ഓഫ് വുമൺ എഡ്യൂക്കേഷൻ, അതായത് എങ്ങനെയെങ്കിലും ഒക്കെ വുമൻസ് എഡ്യൂക്കേഷനെ എങ്ങനെയെങ്കിലും ഉയർത്തിക്കൊണ്ടുവരിക, ഹോം ഡെവലപ്മെന്റ് വർക്ക് പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതായത് സീഡിനെയും ഇംപ്ലിമെന്റ് ചെയ്യുന്നത് കൾട്ടിവേഷനൊക്കെ കൂട്ടാനുള്ള ഹോം ഡെവലപ്മെന്റ് വർക്കുകളെയൊക്കെ കൂട്ടുക. എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു? സീഡുകളെ ഇംപ്രൂവ് ചെയ്തിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ട് ഹോം ഡെവലപ്മെന്റ് വർക്കുകളെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് അത് ഉയർത്തിക്കൊണ്ടുവരിക. ഇത് ശരിക്കും തുടങ്ങിയത് എവിടെയാണെന്ന് പറഞ്ഞു? ഗുർഗോൺ പ്രോജക്റ്റ് എന്ന് പറയുന്ന രീതിയിലാണ് ഇത് തുടങ്ങിയത്. ദ പ്രോജക്ട് കുഡ് നോട്ട് ഡെവലപ്പ് ലീഡർഷിപ്പ് ഇൻ ദ വില്ലേജ് ദാറ്റ് കുഡ് കണ്ടിന്യൂ വർക്ക് വെൻ ദ വില്ലേജ് ഗൈഡ് ഹാഡ് ലെഫ്റ്റ് ദ വില്ലേജ്. അപ്പൊ ഇതും വലിയ വിജയമായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്ര അല്ല. 1933 ശേഷം മിസ്റ്റർ ബ്രെയിന് കമ്മീഷൻ ഓഫ് റൂറൽ കൺസ്ട്രക്ഷൻ ആയിട്ട് പഞ്ചാബിലേക്ക് അപ്പോയിന്റഡ് ആവുന്നു. 1935-36 ആ ഒരു കാലഘട്ടത്തിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗ്രാൻഡഡ് ₹1 crore ഫോർ വേരിയസ് റൂറൽ വർക്ക് വിച്ച് ആക്ടഡ് ആസ് എ സ്റ്റിമുലസ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ ഈ ഒരു പ്രവർത്തന ഫലമായിട്ട് റൂറൽ ഡെവലപ്മെന്റ് മാസ് രീതിയിലേക്ക് കൊണ്ടുവന്ന ഇദ്ദേഹമാണെന്ന് പറഞ്ഞില്ലേ. 35-36 1 കോടി രൂപ എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ചേ. ഗ്രാമപ്രദേശങ്ങൾ ഉയർത്തിക്കൊണ്ടു വരാനായിട്ട് മാത്രം 1 കോടി രൂപയാണ് ഗവൺമെന്റ് കൊണ്ടുവന്നത്. ഇത് വളരെയധികം ഒരു സ്റ്റിമുലസ് ആണെന്ന് വേണമെങ്കിൽ പറയാം മുന്നോട്ട് പ്രവർത്തിക്കാനായിട്ട്, അല്ലയോ? മോസ്റ്റ് ഓഫ് ദ വർക്ക് ഡൺ ബൈ ദ എക്സസൈസിംഗ് authority over the people rather than by voluntary participation of local people. Moreover, this project was also based upon the sentiments of FL ബ്രെയിൻ when he was transferred gradually this program. അതായത് ഇദ്ദേഹത്തിനെ ട്രാൻസ്ഫർ ചെയ്തെന്ന് നമ്മൾ പറഞ്ഞില്ലേ, ആ സമയം ട്രാൻസ്ഫർ ചെയ്തതുകൊണ്ട് തന്നെ ഈ എല്ലാ പ്രോജക്റ്റിന്റെയും സെന്റർ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർ മാറിയപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? ആ പ്രോജക്റ്റ് തന്നെ നിന്നു പോവാനായിട്ട് അത് കാരണമായിട്ട് തീർന്നു. ഓക്കെ, അപ്പം 2 കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ആ 2 കാര്യങ്ങൾ പറയാനായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ്സ് ആയതുകൊണ്ടാണ് ഈ 2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. രണ്ടും നോക്കിയിട്ട് പോവാം കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ബാക്കി നോക്കാം. ബൈ.